വളരെ വ്യക്തമാണ്. അക്കാര്യത്തിലൊന്നും ആശയക്കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു തീവ്ര വർഗീയ സംഘടനകളിലെ വോട്ട് വേണ്ട. ഞങ്ങളുടെ മതനിരപേക്ഷ നയത്തെ, ഞങ്ങളുടെ സാഹോദര്യത്തെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം. പക്ഷെ ഒരു വർഗീയ തീവ്ര സംഘടനയുടെയും പിൻബലമോ പിന്തുണയോ ഞങ്ങൾക്ക് ആവശ്യമില്ല. വളരെ വ്യക്തമായ നിലപാടക്കാരുത്. PDP ഒക്കെ നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ SDPIയും ജമാഅത്ത് ഇസ്ലാമിയെയും RSനെയൊക്കെ ഞങ്ങൾ ശക്തിയൊത്ത് എതിർക്കുന്നതല്ലേ. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയൊക്കെ പരിപാലിക്കാനും പരിലാളിക്കാനും ശ്രമിക്കുന്ന UDF ആണ്. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വർഗീയ സംഘടനകൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ തിരഞ്ഞെടുപ്പെടുക്കുന്ന സമയത്ത് ഈ മതനിരപേക്ഷ പാർട്ടികൾ മത്സരിക്കുമ്പോൾ അവിടെ പോയി ഒവൈസി പോയി മത്സരിക്കും. ആരാ ഒവൈസിനെ കൊണ്ട് നിർത്തുന്നത്? അവിടെ ഒവൈസി നിർത്തുന്ന ആരാ? BJP നിർത്തും. എന്താ കാരണം? മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി. ഞങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ട്. ഞാനൊന്നും കൂടി പറയാം. അതായത് ഇതിൽ ഒരു ആശയക്കുഴപ്പവും CPMനില്ല. 2004 63 MPമാർ കോൺഗ്രസിനെ തോപ്പിച്ച് ഞങ്ങൾ നേടിയപ്പോൾ ഞങ്ങൾ ആ MPമാരുടെ പിന്തുണ ഞങ്ങൾ തോൽപ്പിച്ച കോൺഗ്രസ് നൽകി. എന്തിനാണെന്നറിയോ? ഞങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ട്. ആ കൺവിക്ഷൻ എന്ന് പറയുന്നത് BJPയെ അധികാരത്തിൽ മാറ്റി നിർത്തുന്നത്. ഒരു ഗ്യാസ് കണക്ഷൻ പോലും പ്രത്യുപകാരമായിട്ട് ഞങ്ങൾ വാങ്ങിക്കില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ഗ്യാസ് സിലിണ്ടർ പോലും വാങ്ങിയില്ല. ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എത്രയോ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടുമായിരുന്നു, വലിയ ഭരണഘടനാ പദവികൾ കിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങളുടെ കൺവിക്ഷനായിരുന്നത്, ഞങ്ങളുടെ ഉത്തമ ബോധ്യമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നു എന്ന്. ഞാൻ ആ മുഹൂർത്തങ്ങളെയൊക്കെ അടുത്തു നിന്ന് നോക്കി കണ്ടുകൊണ്ട് പറയുക, ഒരു പാർട്ടിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. മറിച്ച് ഇന്ന് കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? അവർക്ക് അധികാരം വേണം. ഇപ്പൊ തമിഴ്നാട്ടിൽ പോലും DMK ആയിട്ട് കിടമത്സരം നടത്തുന്നതിനാണ് അധികാരം വേണം, മന്ത്രിസ്ഥാനം വേണം. ഇടതുപക്ഷത്തിന് ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്നുള്ളത് കേവലം അധികാരത്തെ മുൻനിർത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളെയോ ഊന്നിയിട്ടുള്ളതല്ല, ഞങ്ങളുടെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, അതിപ്പം ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്താ പറയുക, എന്തോ നിസ്വാർത്ഥമായിട്ടുള്ള ദൗത്യങ്ങൾ മാത്രമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. അവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അവരെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു വാക്കുകൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ട് അതിനോടൊന്നും ഒരു സംവാദത്തിന് ഇറങ്ങുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. എന്താ കാരണം? ജയിപ്പിച്ച ജനങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് ഈ റോഡും പാലവും ഒക്കെ, സംശയമില്ല.